ഫ്രണ്ട്സ്, അടുക്കളപ്രിയത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നിവിടെ നാം തയ്യാറാക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണെന്ന് പറയാം. അത് നമ്മൾ റേഷൻ കടകളിലൊക്കെ ഇപ്പോൾ നമുക്ക് കിറ്റിലൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് നാം ഇവിടെ തയ്യാറാക്കുന്നത്. എല്ലാവർക്കും അറിയുമായിരിക്കും. എല്ലാവരും ഉപ്പുമാവും അതുപോലെ തന്നെ പുട്ടും ഒക്കെ ഇത് വെച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. എന്നാൽ നമുക്ക് അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് എങ്ങനെ ഈ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളയപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഇതുപോലത്തെ കപ്പിന്, അതായത് ഒരു കപ്പിന് 250 ml ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് ഞാനിവിടെ ഏകദേശം 1 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മളെ നുറുക്ക് ഗോതമ്പ്. അപ്പം ഇത് ഇനി നമുക്ക് വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ നുറുക്ക് ഗോതമ്പെല്ലാം നന്നായിട്ട് വെള്ളം ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. വെള്ളം ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് അരയ്ക്കാനുള്ള വെള്ളം നമുക്ക് ഇത് കുതിർത്ത വെള്ളം തന്നെ വേണം ഉപയോഗിക്കാനായിട്ട്. ഇത് നന്നായിട്ട് കഴുകിയതിന് ഒരു 4-5 പ്രാവശ്യം കഴുകിയതിന് ശേഷം മാത്രമാണ് നമ്മളിത് കുതിർത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് എത്രയാണോ നമ്മൾ ഗോതമ്പ് എടുത്തത് അതിൻ്റെ ഹാഫ്, അതായത് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിനായിട്ട് 1/2 കപ്പ് ചെരുവിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തേങ്ങയുടെ പകുതി, അതായത് 1/4 കപ്പ് നമ്മുടെ ചോറും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഈസ്റ്റാണ്. ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റ് ഞാൻ നേരത്തെ ഒരു 10 മിനിറ്റ് മുൻപ് ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് പൊങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയും ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. 1/4 ടീസ്പൂൺ തന്നെ നമുക്ക് കുറച്ച് വേണമെങ്കിലൊക്കെ കുറയ്ക്കാം, ഇതിൽ കൂടി പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പ്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാരയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതെല്ലാം കൂടി മിക്സിയുടെ ഒരു ജാറിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ കുതിർത്ത് വെച്ച നുറുക്ക് ഗോതമ്പെല്ലാം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത തേങ്ങയും അതുപോലെ തന്നെ ചോറും എല്ലാം കൂടി ഇതിൽ തന്നെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഇതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നമുക്ക് പിന്നീട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, കൂടി പോകാണ്ട് ഒന്ന് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ലാസ്റ്റ് എടുത്തു വെച്ചിട്ടുള്ള ഈസ്റ്റ് പൊങ്ങിയതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ആവശ്യത്തിനുള്ള നേരത്തെ നുറുക്ക് ഗോതമ്പ് കുതിർത്ത് വെച്ച വെള്ളം അതും ഞാനിതിലേക്ക് ആവശ്യത്തിന് അരയ്ക്കാനുള്ള പാകത്തിന് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറ് അടച്ച് നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിവിടെ മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഞാൻ മാവ് മുഴുവൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് നമുക്ക് മാവിൽ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ മിക്സി തന്നെ നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുലുക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ അരച്ചെടുത്ത മാവ് നന്നായിട്ട് ഒരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
കൺസിസ്റ്റൻസി. ഇത് നമ്മൾ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊങ്ങാൻ വെക്കാം. പൊങ്ങാന്ന് പറഞ്ഞാൽ നമ്മൾ അരിയുടെ മാവ് പൊങ്ങുന്ന മാതിരിയൊന്നും പൊങ്ങി കിട്ടുകയില്ല, പക്ഷേ നമുക്കിതിൻ്റെ ടെക്സ്ചർ മാറുന്നതായിട്ട് നമുക്ക് തന്നെ ഒന്ന് ഫീൽ ചെയ്യും. അപ്പോൾ ആ പരുവമാകുമ്പോൾ നമുക്കിത് അപ്പച്ചട്ടിയിൽ ഒഴിച്ച് അപ്പമെല്ലാം വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇളക്കേണ്ട ആവശ്യമില്ല, നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തതുകൊണ്ട് മാത്രമാണ് ഇളക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെല്ലാം കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഈ പരുവത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഉപ്പ് പോരാന്ന് തോന്നുന്നവർക്ക് ഈ സ്റ്റേജിൽ തന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ ഉപ്പൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു 5 മുതൽ 10 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് അടച്ചു വെക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മാവ് ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. മാവ് അത്യാവശ്യം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടി ചൂടാക്കി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാവുന്നതാണ്, പക്ഷേ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ചട്ടി അത്യാവശ്യം ചൂടായി കഴിഞ്ഞാൽ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കത് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ വെള്ളപ്പം നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും, മക്കെല്ലാം നന്നായിട്ട് കരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിൽ നിന്നും മാറ്റാം. അപ്പോൾ നമ്മുടെ എല്ലാ വെള്ളപ്പവും ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ചട്ടിയിൽ നിന്നും എടുക്കാനും പറ്റും. ഞാൻ ഇരുമ്പ് ചട്ടിയാണ് ഇവിടെ യൂസ് ചെയ്തത്, എന്നിട്ട് തന്നെ എനിക്ക് പെട്ടെന്ന് നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്. നോൺ സ്റ്റിക്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ പ്രയാസം ഉണ്ടാവില്ല, പക്ഷേ ടേസ്റ്റ് ഇരുമ്പിൻ്റെ ചട്ടിയിൽ പാരുന്നതായിരിക്കും. അപ്പം നമുക്ക് ഈ വെള്ളപ്പവും മാറ്റി വെക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഒരു അടിപൊളി വെള്ളപ്പം ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക. അതുപോലെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഇനി നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.